ഹലോ ഗൈസ്, ഇന്ന് കർക്കിടകം ഒന്നല്ലേ, അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വയലിൻ്റെ പാട്ടൊക്കെ കേൾക്കാം. അതുകൊണ്ട് അനിയൻ പാടുന്നതാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് വിളക്ക് കൊളുത്തേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ. തുമ്പയ്ക്ക് വിളക്ക് കൊളുത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്കാണ് വിളക്ക് കൊളുത്തേണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം മേശപ്പുറത്തിരുന്ന ചപ്പു ചവറുകളൊക്കെ എടുത്തോളാം. ഈ കർക്കിടക മാസം വരുമ്പോൾ തന്നെ ഈ ചപ്പു ചവറുകളൊക്കെ കത്തിച്ച് കളയുക എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മേശപ്പുറത്തിരുന്ന സംഭവങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞ് മേശപ്പുറം ഒന്ന് തുടച്ചു. അടുക്കള പിന്നെ നമ്മൾ പാത്രമെല്ലാം കഴുകിയിട്ടുണ്ട്, അവിടെ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ മൊത്തം തുടച്ചു. അപ്പോൾ ഇനി എന്തായാലും തൂക്കണം. ഞാൻ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും കതവൊന്നും തുറന്നിട്ടില്ല. എഴുന്നേറ്റ് വന്ന് പല്ല് തേച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന് വെച്ച് ഇതൊക്കെ തുടച്ച് ഒന്ന് മൂട് വരാമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും ഞാൻ ചൂല് പോയി തൊപ്പുവാണ് കേട്ടോ. അകത്താണ് വയ്ക്കുന്നത്, മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ എന്തോ പുറത്താണ് വെച്ചത്. ഇന്നലെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നെന്താണ്ട് ഇവിടെ മഴയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വെളിയിൽ ലൈറ്റൊക്കെ ഇട്ടു. ലൈറ്റ് ഇടാതെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇരുട്ടായിരുന്നു, പേടി കാരണം ഇറങ്ങിയില്ല. അങ്ങനെ ഞാൻ പോയി ചൂലൊക്കെ എടുത്ത് സിറ്റ് ഔട്ട് ഞാൻ തുറന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്നത്. പിന്നെ അമ്മയുടെ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ തൂക്കാനും വിളക്ക് കത്തിക്കാനൊക്കെ ആദ്യമായിട്ടാണ് തുമ്പയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വിളക്ക് കത്തിക്കുന്നതും തുമ്പ ആദ്യമേ അങ്ങ് ഏറ്റെടുക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ കുളിച്ചിട്ടൊന്ന് തൊഴുവത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ തൂത്തു, സിറ്റൗട്ടൊക്കെ തൂത്തു. സിറ്റൗട്ട് എന്നും വൈകുന്നേരം തുടയ്ക്കുന്നുണ്ട്, അത്ര അഴുക്കൊന്നുമില്ല. എന്നാലും തുടയ്ക്കണേന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എത്ര മണിയായി കറി വെക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് അമ്മ 5:30 ആയിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ 5:30 ആയിരുന്നു. അമ്മ എഴുന്നേറ്റത് എന്നിട്ട് 6 മണിക്കാണ്. പിന്നെ ഇവിടെ ഒരു 5 പേരുണ്ടെങ്കിലും 10-15 ചെരുപ്പുണ്ട്. അതെല്ലാം അടുക്കി വെക്കാൻ തന്നെ ഒരു ഇത് വെക്കുന്ന ഇത് ഉണ്ടായിരുന്നു, സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അത് ചീത്തായിപ്പോയി, വളഞ്ഞു പോയി. ഇവിടെ വീട് പണിഞ്ഞപ്പോൾ ഇരുമ്പടിച്ച് അതങ്ങ് ചളുങ്ങിപ്പോയി. അപ്പോൾ ഇനി അതൊരെണ്ണം വാങ്ങണം. പിന്നെ അകമൊക്കെ അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വൈകിട്ട് തൂത്തയാണ് കേട്ടോ അകം. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇന്ന് വൈകിട്ട്, ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് എന്താ നടന്നതെന്ന്. സ്കൂളിൽ വെച്ച് ഞാൻ ആലോചിച്ചു ഇതെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ആലോചിച്ചു കേട്ടോ. അപ്പം ഇത്ര വേഗത്തിലൊന്നും അല്ല ഞാൻ തൂത്തോണ്ട് പോകുന്നത്. ഇത്ര വേഗത്തിൽ തൂത്താൽ എന്തുമായിരുന്നേ, ഞാൻ ആരായാനേ. അങ്ങനെ പിന്നെ അടുക്കളയിൽ അമ്മ എല്ലാ പാത്രവും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ്സും ഒരു മിക്സിയും ഉള്ളായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുണിയെല്ലാം ഞാൻ വീഡിയോ ഉള്ള കാര്യം ഓർത്തില്ല ഗൈസ്. ആ കാല് വെച്ച് അങ്ങ് എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം തുടച്ച് തൂത്ത് 6 മണിയാകുമ്പോൾ 6:30 ആകുമ്പോൾ ട്യൂഷന് പോകണം. അതിന് മുമ്പ് എല്ലാം കഴിയണം. ചിലതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോകും, എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യണമല്ലോ. അങ്ങനെ കുറച്ച് ലൈസോളൊക്കെ ഒഴിച്ച് നമ്മൾ തുടച്ച് കേട്ടോ. സിറ്റൗട്ട് എന്നും തുടയ്ക്കും, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞാൻ ചെടിയൊക്കെ നോക്കി വെച്ച് ഈ ചെടിയുടെ മണ്ടിലൊക്കെ കേട്ടോ ചാരി വെച്ചേക്കുന്നത് ഫോൺ. നമ്മുടെ സ്റ്റാൻഡിന് റിംഗ് ലൈറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ശരിയാക്കാൻ കൊടുത്തേക്കുക. ശരിയായി കിട്ടുമ്പം നമുക്കത് വെച്ച് വീഡിയോ എടുക്കാം. അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ പിന്നെ നമ്മൾ സിറ്റൗട്ട് ഉടച്ച് സിറ്റൗട്ട് ഫാനിട്ട് ഹാളിലും ഫാനിട്ട് പെട്ടെന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച്. ഇത്ര വേഗം ഒന്നുമല്ല ഞാൻ തുടയ്ക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഞാൻ സൂപ്പർ ഫാസ്റ്റ് ഒന്നുമല്ല, ഞാൻ വളരെ പതുക്കെയാണ് ഞാൻ തുടയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മുറ്റം തൂക്കാമെന്ന് വിചാരിച്ച് വന്നു. ഉണങ്ങുന്നവരെ ഞാൻ മുറ്റം തൂക്കാമെന്ന് വിചാരിച്ച് വന്നു. അങ്ങനെ മുറ്റമൊക്കെ തൂത്തു. മുറ്റം ഇന്നലെ തൂത്തിട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കത്ര പാടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇനി എന്തായാലും കുളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ ഇന്നലെ രാത്രിയെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിളക്കിനകത്ത് വേണ്ട സംഭവങ്ങൾ തിരി ഇതൊക്കെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞാൻ പോയിരിക്കുന്നത് കിണ്ടിയിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ചു കേട്ടോ. ഈ വിളക്കേ ഉള്ളൂ ഞങ്ങൾക്ക്. മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മണ്ടയിലൊരു സംഭവം വിളക്ക് കഴുകിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ അതങ്ങ് കിണറ്റിപ്പോയി കേട്ടോ. അപ്പോഴേക്കും ഇത് ഞങ്ങൾക്ക് ആശ്രാമ അമ്പലത്തിൽ നിന്ന് കിട്ടിയ വിളക്കാണ്. അങ്ങനെ ഞാൻ ആ ചരുവത്തിൽ അത് ഞങ്ങൾക്ക് പാലുകാച്ചിന് കിട്ടിയ കേട്ടോ ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് ആ ചരുവത്തിൽ എന്നും പൂവിട്ട് വെക്കും. ആ ചരുവം കൊണ്ട് വെച്ചിട്ട് പൂ പറിക്കാൻ വേണ്ടി വന്നേക്കുവാണേ. അപ്പോൾ ഇവിടെയൊക്കെ വേസ്റ്റ് കിടപ്പുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. മഴയായതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ
ആ ജനലും തുറന്നിട്ടു. പിന്നെ ഞാൻ ആ വെള്ളത്തിൻ്റെ കാര്യവേ അങ്ങ് മറന്നുപോയി. പൂവൊക്കെ അങ്ങ് ഇട്ടു കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയിൽ ഇപ്പോൾ നിറച്ച് പൂവുണ്ട്. അത്തമാകുമ്പോഴേക്കും എല്ലാം അങ്ങ് തീർന്നോളും. അതാണ് പ്രശ്നം. അങ്ങനെ എല്ലാത്തിൽ നിന്നും ഞാൻ പൂ പിച്ചി. വൈകിട്ടും വേണമല്ലോ, അപ്പോൾ ശംഖുപുഷ്പത്തിൽ നിന്ന് ഞാൻ പൂ പിച്ചി കേട്ടോ. പറ്റുമെങ്കിൽ ഞാൻ വൈകിട്ടത്തെ വീഡിയോ ഇടാം കേട്ടോ. വിളക്ക് കൊളുത്തുന്നതോ എന്തെങ്കിലും ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇതിൻ്റെ എന്തായാലും ഷോർട്സ് ആയിട്ട് വരുവേ. അങ്ങനെ ഞാൻ താണ്ട വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ നാമം ചൊല്ലും. അപ്പോൾ എല്ലാവരും നാമം ചൊല്ലുമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളും ഇവിടെ നാമം ചൊല്ലിയിട്ടാണ് കേട്ടോ കൊളുത്തുന്നത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് എനിക്ക് അത്ര വൈകിട്ടത്തെ ചൊല്ലുന്ന അത്ര എനർജി ഒന്നും വന്നില്ല. ചായ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തൊണ്ടയ്ക്ക് എന്തോ പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.